സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള നടിയാണ് സുഹാസിനി മണിരത്നം. തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവെച്ചും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളുമൊക്കെയായി സുഹാസിനി നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. തനിക്ക് കൗതുകം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സുഹാസിനിയുടെ പോസ്റ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട്. ഇപ്പോൾ അങ്ങനെ കൗതുകം തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് സുഹാസിനി പറയുന്നത്. മണിരത്നവുമായുള്ള സുഹാസിനിയുടെ വിവാഹ ചിത്രമാണ് സുഹാസിനി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഒരു തെലുങ്ക് മാധ്യമത്തിൽ അന്നത്തെ കാലത്ത് വന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. ആരോ 3 പേർ ഈ ചിത്രം വൈറലാകുന്നു എന്ന് പറഞ്ഞ് സുഹാസിനിക്ക് അയച്ചു കൊടുത്തു എന്നും ഇതിൽ വൈറലാവാൻ മാത്രം എന്താണുള്ളത് എന്നും സുഹാസിനി ചോദിക്കുന്നുണ്ട്. വൈറലാവുന്നതിന് പ്രത്യേകിച്ച് കാരണമോ പ്രാസമോ ഒന്നും ആവശ്യമില്ലെന്ന് തനിക്കിപ്പോൾ മനസ്സിലായെന്നും ഇങ്ങനെ വൈറലാവുന്നത് പോസിറ്റീവ് ആണോ എന്നറിയില്ല എന്നുമാണ് ഈ ഫോട്ടോയ്ക്കൊപ്പം സുഹാസിനി കുറിച്ചിരിക്കുന്നത്. ഇത് ടൈംലെസ് ആയ ഒരു ഫോട്ടോയാണ്, അതുകൊണ്ട് തന്നെ വൈറലാവുന്നതിൽ അർത്ഥമുണ്ട് എന്ന കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. കരിയറിൽ സജീവമായി നിറഞ്ഞു നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആളാണ് സുഹാസിനി എന്നും വിവാഹശേഷവും സിനിമയെയും ജീവിതത്തെയും ഒരുപോലെ വിജയകരമായി മുന്നോട്ട് നയിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഈ വിവാഹ ചിത്രം ഇന്നത്തെ കാലത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുമുള്ള കമന്റുകളാണ് സുഹാസിനിയുടെ ഈ പോസ്റ്റിന് താഴെയുള്ളത്. 35 വർഷം ഒരുമിച്ച് ജീവിക്കുക എന്നതും വൈറലാവാനുള്ള ഒരു കാരണമാണെന്നാണ് മറ്റൊരു ആരാധകന്റെ കമന്റ്. നടനും സംവിധായകനുമായ ചാരു ഹസന്റെ മകൾ എന്ന ലേബലിൽ സിനിമയിലെത്തിയ സുഹാസിനി ആദ്യം ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് നെഞ്ചത്തേക്കില്ലാതെ എന്ന ചിത്രത്തിലൂടെ 80കളിൽ അഭിനയം തുടങ്ങി. ആദ്യ ചിത്രത്തിലൂടെ തന്നെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടി. പിന്നെ തമിഴിന് പുറമെ തെലുങ്കിലും മലയാളത്തിലും കന്നഡത്തിലുമൊക്കെ സജീവമാവുകയായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നമ്പർ 1 നായികയായി മിന്നി നിൽക്കുന്ന സമയത്താണ് സംവിധായകൻ മണിരത്നവുമായുള്ള വിവാഹം നടക്കുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് എന്നും അത്ഭുതങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് മണിരത്നം. 90കളിലെ ബാല്യങ്ങൾ ദൂരദർശൻ ചാനലിൽ എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങൾക്കും കണ്ടിരുന്ന റോജയടക്കം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നിരവധി സിനിമകളുണ്ട്. നായകൻ, ദളപതി, കന്നത്തിൽ മുത്തമിട്ടാൽ, അലൈപ്പായുധേ, അങ്ങനെ ഏതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫിലിം എന്ന് നിശ്ചയിക്കാൻ പോലും വിഷമമാണ്. മണിരത്നം തന്റെ 33ാമത്തെ വയസ്സിൽ ആദ്യമായി സുഹാസിനിയെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ചുവടുവെച്ച് തുടങ്ങിയ ഒരു സംവിധായകരും സുഹാസിനി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലെ പ്രധാന നടിമാരിൽ ഒരാളുമായിരുന്നു. മണിരത്നം ആദ്യമായി തന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ നിരുത്സാഹപ്പെടുത്തിയതായും സുഹാസിനി മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണെന്നും പ്രണയത്തിലല്ല വിവാഹ ജീവിതത്തിലാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളതെന്നും അദ്ദേഹത്തിന് സുഹാസിനി ആദ്യം മറുപടി നൽകിയിരുന്നു. പിന്നീട് ഇരുവരും പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. വളരെ കുറച്ച് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ ഇരുവരുടെയും ചിത്രങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് അധികം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ നോക്കിയാലും അപൂർവം ചില ചിത്രങ്ങൾ മാത്രമാണ് കാണാനാവുക. 1988 നടന്ന ആ വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സുഹാസിനി പങ്കുവച്ചിരിക്കുന്നത്. ഒരു മകനാണ് ഇരുവർക്കുമുള്ളത്. മുൻപ് കണ്ണൂരിൽ വെച്ച് ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ സുഹാസിനി മകൻ നന്ദൻ മണിരത്നത്തെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. കമ്മ്യൂണിസത്തെക്കുറിച്ച് വായിച്ചും അനുഭവത്തിലൂടെയും അടുത്തറിഞ്ഞ മകന്റെ പ്രവൃത്തികളും അനുഭവങ്ങളുമാണ് സുഹാസിനി അന്ന് പങ്കുവച്ചത്.